Hello guys, welcome back to Evan's Tech Room. In നമ്മുടെ കയ്യിൽ എല്ലാ ഐഫോൺ 17 സീരീസിലുള്ള ഫോൺസും ഉണ്ട്. 17, 17 Pro, 17 Pro Max, iPhone 17 Air അല്ല, വെറും എയർ. അപ്പോൾ ഈ ഫോണുകളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. Apple Watch Ultra 3 ഉണ്ട്. ആ ഐഫോൺ എയറിനുള്ള ബാറ്ററി പാക്കും ഉണ്ട്. iPhone 17 Pro ആണെങ്കിൽ എല്ലാ കളറും നമ്മുടെ കയ്യിലുണ്ട്. ബ്ലൂ, ഓറഞ്ച്, സിൽവർ. നമ്മുടെ 17 എയർ ആണെങ്കിൽ നമ്മുടെ ബ്ലൂവിൽ മേടിച്ചു. വെറും 17 ബ്ലൂ ആണ്. ഐ തിങ്ക് ഐ ലൈക്ക് ബ്ലൂ. അപ്പോൾ എന്തായാലും ഈ കളറുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് എല്ലാം അൺബോക്സ് ചെയ്തിട്ട് ഇനീഷ്യൽ ഇംപ്രഷൻസ് നോക്കാം. ഞാനും എൻ്റെ ഫ്രണ്ട്സും ഉണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഐഫോൺസ് 1 by 1 ആയിട്ട് അൺബോക്സ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മുടെ iPhone 17 Pro Max അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് നമ്മുടെ iPhone 17 Pro Maxന്റെ ഓറഞ്ച് കളർ അൺബോക്സ് ചെയ്ത് നോക്കാം. ഇപ്പം റെഡി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ കോസ്മിക് ഓറഞ്ച് കളർ. ഇപ്പോൾ നമുക്കിതിനി പെട്ടിനെടുത്തിട്ട് സാധനം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. കയ്യിൽ പിടിച്ചു നോക്കുമ്പം എൻ്റെ ഒരു ഇനിഷ്യൽ ഇംപ്രഷൻസ് ഇത് നേരത്തെ ഒരു iPhone 16 അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ബേസ് മോഡൽ iPhone 17 ഒക്കെ പിടിക്കണ ഒരു ഫീലിംഗ് ആണ്. കാരണം ആ ഒരു പണ്ടത്തെ ഒരു പ്രീമിയം ഫീൽ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ കളറിനെ പറ്റി പറയുവാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു ചാത്തൻ കളറാണ്. കണ്ടാൽ അത്ര ലുക്കില്ല. നമ്മളൊരു 2-3 മാസം ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും മടുത്തു പോകും. എന്തായാലും ഈ കഷ്ടപ്പാടൊക്കെ പിടിച്ച് ഈ ഒരു അലൂമിനിയം യൂണിബോഡി ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു ഓവർ ഹീറ്റിംഗ് പ്രശ്നമൊക്കെ മാറ്റാൻ വേണ്ടിയാണ്. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഓവർ ഹീറ്റൊക്കെ മാറുമായിരിക്കും. പക്ഷേ മൊത്തത്തിൽ അലൂമിനിയം ആക്കിക്കൊണ്ട് ഒരു പ്രീമിയം ഐഫോണിൻ്റെ ഫീല് പോയി. പക്ഷേ ഈ കളറ് ഞാൻ അത്ര ഫാനല്ല. എന്തായാലും നമുക്ക് ബാക്കിയുള്ള കളർ നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പ്രോ മാക്സ് പെട്ടിയിലാക്കിയിട്ട് നമ്മുടെ അടുത്ത ഫോൺ എടുത്ത് അൺബോക്സ് ചെയ്യാം. ഇനി നമ്മുടെ iPhone 17 Pro ആണെങ്കിൽ ഓൾറെഡി അൺബോക്സ് ചെയ്തു. പക്ഷേ സാധനം ഇനി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ iPhone 17 Pro ഓൾറെഡി നമ്മൾ അൺബോക്സ് ചെയ്തായിരുന്നു. പക്ഷേ ഇതാണ് നമ്മുടെ ആ സെയിം കോസ്മിക് ഓറഞ്ച് കളറിലുള്ള നമ്മുടെ iPhone 17 Pro. പേഴ്സണലി എനിക്ക് കയ്യിൽ പിടിക്കാൻ നമ്മുടെ 17 Pro ആണ് താല്പര്യം. എർഗണോമിക് വൈസും അതിൻ്റെ ഓവറോൾ സൈസും 17 Pro ആണ് കുറച്ചുകൂടെ ബെറ്റർ കയ്യിൽ പിടിക്കാൻ. വെയിറ്റും കാര്യങ്ങളൊക്കെ അതാണ് ബെറ്റർ. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ 17 Pro Max എടുത്തിട്ട് സൈഡ് ബൈ സൈഡ് നോക്കാം എങ്ങനെയുണ്ട് രണ്ട് ഫോൺസും. സൈഡിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ കാണാം ബേസിക്കലി അതിൻ്റെ ഒരു സൈസ് വ്യത്യാസമാണ്. ഇപ്രാവശ്യമുള്ള ഫോണിൽ അതിൻ്റെ ബാറ്ററി വ്യത്യാസം കാണും നമ്മുടെ iPhone 17 Proയും 17 Pro Max തമ്മിൽ. പിന്നെ അതിൻ്റെ ഡിസ്പ്ലേ സൈസും ഒരു മേജർ പോയിന്റ് പറയുന്നത് ആകെ ഒരു $100 വ്യത്യാസമുള്ളൂ ഇപ്പോൾ നമ്മുടെ 17 Proയും 17 Pro Maxും തമ്മിൽ. 1099 1199 നേരത്തെ 999 1199 ആയിരുന്നു. അതിൻ്റെ ഒരു $200 ജമ്പിൽ നിന്ന് ഇപ്പോൾ വെറും $100 ജമ്പേ ഉള്ളൂ. പിന്നെ എല്ലാം ബേസ് മോഡൽ സ്റ്റാർട്ടിങ് 256 GB ആണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഫോണുകളും പെട്ടിൽ മാറ്റി വെച്ചിട്ട് ഇനി നമ്മുടെ അടുത്ത ഫോൺ അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ വേറെ കളർ നോക്കാം നമ്മുടെ 17 Pro സീരീസിലുള്ള. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ iPhone 17 Pro Blue അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വരുന്ന വഴിക്ക് ഫോണൊക്കെ മേടിച്ചൊരു കാപ്പി കുടിക്കാൻ കയറിയപ്പോൾ നമുക്ക് ആക്രമണം മൂത്ത് അപ്പം തന്നെ ഒരു ബ്ലൂ ഐഫോൺ നമ്മളെടുത്ത് അങ്ങ് പൊട്ടിച്ചു. ഇതിപ്പോൾ നമ്മുടെ അഭിപ്രായമാണ്, അവൻ്റെ ഐഫോൺ എടുത്ത് പൊട്ടിക്കുവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൂ കളറുള്ള iPhone 17 Pro. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട കളർ ഇതാണ്. ഞാൻ ഈ ബ്ലൂ കളറാണ് മേടിച്ചേക്കുന്നത് എൻ്റെ ഒരു പേഴ്സണൽ ഡിവൈസായിട്ട് ഉപയോഗിക്കാൻ. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ച് നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നിട്ട് നോക്കുവാണ് ഈ iPhone 17 Proയുടെ ബ്ലൂ കളർ. അപ്പം ഇതിൽ നല്ലൊരു കളറാണ്. ഇത് ഓൾമോസ്റ്റ് ഒരു ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എനിക്കൊരു പർപ്പിളിഷ് ഹ്യൂ ആണ് ഈ ഒരു ബ്ലൂവിൽ നിന്ന് തോന്നുന്നത്. പിന്നെ നിങ്ങൾ ഈ ഒരു ബ്ലൂ കളർ എടുക്കുകയാണെങ്കിൽ മറ്റൊരു മെയിൻ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റ് ആണ്. എനിക്ക് നമ്മൾ നോക്കിയ ഈ 3 കളേഴ്സിൽ ഏറ്റവും കൂടുതൽ ഫിംഗർ പ്രിൻറ്റ്സും ടെസ്റ്റും കാര്യങ്ങളൊക്കെ അട്രാക്ട് ചെയ്ത ഈ ഒരു ബ്ലൂ കളറായിരുന്നു. ഓക്കെ, ഇനി നമ്മുടെ iPhone 17 Pro സിൽവർ അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ സിൽവർ 17 Proയുടെ ബോക്സ്. അപ്പോൾ നമുക്ക് ഇതിന് പൊട്ടിച്ചിട്ട് നോക്കാം എങ്ങനെയുണ്ട് ബാക്കിയുള്ള 2 കളേഴ്സുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു കളർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ഫസ്റ്റ് ലുക്കിൽ വളരെ ഒരു എലഗൻ്റ് ആയിട്ടുള്ള കളറാണ് ഈ ഒരു സിൽവർ 17 Pro. പേഴ്സണലി ചിലർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഈ സിൽവറാണ്. എൻ്റെ ഫ്രണ്ട്സിൽ ചിലർക്ക് സിൽവറാണ് ബ്ലൂവിനേക്കാൾ ഇഷ്ടപ്പെട്ട. എനിക്ക് ബ്ലൂ തന്നെയാണ് സിൽവറിനേക്കാൾ ഇഷ്ടപ്പെട്ട. പക്ഷേ ഈ 2 കളറാണ് എന്തായാലും ആ കോസ്മിക് ഓറഞ്ചിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇത് നമ്മുടെ ബ്രദറിന് വേണ്ടി മേടിച്ചായിരുന്നു ഈ സിൽവർ കളർ. അപ്പോൾ എന്തായാലും 2 നമ്മുടെ അടുത്ത് കാണും.
ഇതിൻ്റെ ഒരു മെയിൻ കാര്യം എടുത്ത് നിൽക്കുന്ന, അതായത് നമ്മുടെ പുറകിലൊരു ഗ്ലാസ് കട്ടൗട്ട് ഉണ്ട്, ആ ഒരു വയർലെസ് ചാർജിങ്ങിന് വേണ്ടി. ആ ഒരു ഗ്ലാസ് കട്ടൗട്ട് ഏറ്റവും കൂടുതൽ എടുത്ത് നിൽക്കുന്ന നമ്മുടെ ഈ ഒരു സിൽവർ കളറിലാണ്. നമ്മുടെ ബ്ലൂവിലാണ് അത് ഏറ്റവും ലീസ്റ്റ് എടുത്ത് നിൽക്കുന്നത്. പിന്നെ ഒരു ഓറഞ്ചിലാണെങ്കിൽ അത്യാവശ്യം ബ്ലെൻഡഡ് ആണ്. പക്ഷേ ഈ ഒരു സിൽവർ കളർ നമ്മളൊരു ഡേ ലൈറ്റിലോ ഏതെങ്കിലും നല്ല പ്രകാശമുള്ള ലൈറ്റിൽ നിന്നാൽ ശരിക്കും എടുത്ത് കാണാൻ പറ്റിയ ഒരു സെപ്പറേറ്റ് പീസ്, ഒരു സെപ്പറേറ്റ് മെറ്റീരിയൽ എടുത്ത് നിൽക്കുന്നത്. പിന്നെ മറ്റൊരു ഫൺ ഫാക്ട് എന്ന് പറയുന്നത്, ഇപ്രാവശ്യമുള്ള iPhone 17 പ്രോസിലുള്ള എല്ലാ ക്യാമറയും 48 മെഗാ പിക്സൽ ഫ്യൂഷൻ ക്യാമറസ് ആണ്. അപ്പോൾ നമുക്ക് ഇത് എടുത്ത് വെച്ച് നമ്മൾ അടുത്ത പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യാം. ഓക്കെ, ശരി, നമുക്ക് നമ്മുടെ iPhone 17 Air അൺബോക്സ് ചെയ്ത് നോക്കാം. എല്ലാവരും വെയിറ്റ് ചെയ്ത ഡിവൈസ് ആണ് iPhone 17 Air. എന്താണ് പുതിയ നമുക്ക് നോക്കാം. എന്തായാലും അനൗൺസ് ചെയ്തപ്പോൾ തൊട്ട് കയ്യിൽ കിട്ടാൻ വെയിറ്റ് ചെയ്തിരുന്ന ഒരു ഫോണാണ് ഈ iPhone Air. എനിക്ക് ഏറ്റവും ഇംപ്രസീവായിട്ട് തോന്നിയ ഡിവൈസാണ് നമ്മുടെ ഈ പുതിയ iPhone Air. കാരണം ഏറ്റവും തിന്നായിട്ടൊരു ഇറക്കിയാണ്. അപ്പോൾ നമുക്ക് ഇത് അൺബോക്സ് ചെയ്തിട്ട് അകത്തുള്ള എന്താണെന്ന് നോക്കാം. ഓക്കെ, ഞാൻ ഈ സംഭവം ആക്ച്വലി ആപ്പിൾ സ്റ്റോറിൽ പോയപ്പോൾ കയ്യിൽ പിടിച്ച് നോക്കിയായിരുന്നു. പക്ഷേ എൻ്റെ പൊന്നോ, ഏറ്റവും തിൻസാണ് ഇതുവരെയും പിടിച്ചിട്ടുള്ളത് വെച്ച് ഏറ്റവും തിൻ ഫോണാണ്. എനിക്ക് തോന്നുന്നത് ലോകത്ത് തന്നെ ഏറ്റവും 3ാമത്തെ തിന്നസ്റ്റ് ഫോണാണ്. ആപ്പിൾ എന്തായാലും ഇറക്കിയിൽ വെച്ചുള്ളതിൽ ഏറ്റവും തിന്നസ്റ്റ് ഫോണാണ് ഈ സാധനം. വെറും 5.6 മില്ലിമീറ്റർ തിന്നാണ് സാധനം. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ iPhone 17 Pro കൈ പിടിച്ചപ്പോൾ ഒരു പ്രീമിയം ഫീൽ ഇല്ലാണ്. പക്ഷേ എന്തായാലും ഈ ഒരു iPhone Air കൈ പിടിക്കുമ്പോൾ നല്ലൊരു പക്ക പ്രീമിയം ഫീലുണ്ട്. കാരണം അത് നേരത്തെ ഒരു ടൈറ്റേനിയം ഡിസൈനും ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ പോലത്തെ ഫിനിഷും കൊടുത്തിട്ടുണ്ട്. അപ്പം മൊത്തത്തിലൊരു പ്രീമിയം മെറ്റീരിയൽസ് ആണ്. പക്ഷേ കുറച്ച് സംഭവങ്ങൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ക്യാമറയും സ്പീക്കറും ബാറ്ററിയുടെ സൈസും ഒക്കെ കുറച്ചെന്ന് പറഞ്ഞാലും സാധനം കൈ പിടിക്കുമ്പോൾ ഒരു ലക്ഷറീസ് ഫോണിൻ്റെ ഫീലിംഗ് ആണ്. ഞാൻ ഈ ഒരു വോയിസ് ഓവർ ചെയ്യുമ്പോൾ പോലും എൻ്റെ കയ്യിൽ ഇത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വളരെ തിന്നാണ് ഈ സാധനം. എനിക്ക് ഈ ഫോൺ ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് 6.5 ഇഞ്ചസ് ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ്. നമ്മുടെ പ്രോ മാക്സ് നോക്കിയാൽ 6.9 ഇഞ്ച്. അപ്പോൾ അത് കുറച്ച് വലുപ്പമില്ല. പിന്നെ നമ്മുടെ പ്രോ ആണെങ്കിൽ 6.3 ഇഞ്ച് വേണം. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ നടുക്കായിട്ടുള്ളൊരു പെർഫെക്റ്റ് സൈസിലാണ് ഈ iPhone Air ഇറക്കിയേക്കുന്നത്. പിന്നെ ഈ സംഭവത്തിൻ്റെ തിക്നെസ്സും കുറച്ചുകൊണ്ട് ആ ഒരു വലിപ്പ വ്യത്യാസം നമ്മൾ അറിയത്തില്ല ഡിസ്പ്ലേയുടെ കാര്യത്തിലുള്ള. ഞാനിപ്പോൾ ഈ നമ്മുടെ ആപ്പിൾ പെൻസിലുമായിട്ട് കമ്പയർ ചെയ്യുന്നത് തിന്നസ് വളരെ തിൻ സാധനമാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ നോർമൽ ഐഫോണുമായിട്ട് കമ്പയർ നോക്കാം. പക്ഷേ സംഭവം കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, കാരണം അത്രയ്ക്ക് തിന്നാണ്. ഇപ്പം ഇതിന് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്ലറ്റോ എന്ന് പറയുന്ന മേളത്തെ ക്യാമറ ഇരിക്കുന്ന ഭാഗത്താണ് ഇതിൻ്റെ സകല സെൻസറും കുടച്ചക്കറും ചിപ്പും എല്ലാം കയറ്റി വെച്ചേക്കുന്നത്. അപ്പം അതെല്ലാവർക്കും ചെറിയ ഏരിയയിൽ ഫിറ്റ് ചെയ്യാൻ പറ്റില്ലോ എന്ന് പറയുന്നതിൻ്റെ വലിയൊരു കാര്യമാണ്. കണ്ടാൽ നമുക്ക് അത്രയ്ക്കും എടുത്ത് നിൽക്കത്തില്ല കേട്ടോ. കാരണം ഞാൻ ഓർത്തു വലിയൊരു ക്യാമറ ബമ്പായിരിക്കണം. പക്ഷേ അത്രയ്ക്കും ഒരു ക്യാമറ ബമ്പായിട്ടില്ല. നമുക്ക് മെയിൻലി ആ ഒരു ബോഡി തന്നെയാണ് പിടിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത്. അതാണ് വളരെ കംഫർട്ടബിൾ ആണ് പിടിക്കാനും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു iPhone Air കടയിൽ പോയി ഒന്ന് ഉപയോഗിച്ച് നോക്കണം. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഉപയോഗിച്ചാൽ ഈ സംഭവം ഇഷ്ടപ്പെടും. കാരണം ഞാൻ iPhone Pro ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ടെംപ്റ്റഡാണ് ഈ iPhone Airലേക്ക് മാറാൻ വേണ്ടി. എന്തായാലും ഒരു 1.5-2 ആഴ്ച ഈ സംഭവം ഉപയോഗിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കി നമുക്ക് തീരുമാനിക്കാം മാറണോ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പോലെ നമ്മുടെ iPhone Proയുമായിട്ടൊക്കെ ഇതിൻ്റെ സൈസ് കമ്പയർ ചെയ്യാനേ പറ്റില്ല. കാരണം അത്രയ്ക്കും തിന്നാണ് സാധനം. വേറൊരു ക്ലാസ് ആണ്. കാരണം ഇതൊരു അതുകൊണ്ടാണ് അവർ ഇത് iPhone 17 Air അല്ലാതെ iPhone Air എന്ന് പറയുന്നത് പുതിയൊരു സംഭവം തന്നെ ആയിട്ട് അവർ ഇറക്കിയേക്കുവാണ്. എന്തായാലും ഇതിൻ്റെ ഭാവി ജനറേഷൻസ് കുറച്ചുകൂടെ നല്ല ബാറ്ററി ലൈഫും ഭാവിയിലുള്ള നമ്മുടെ എല്ലാ ഫോണും ഇങ്ങനെ ആകട്ടെ. ഈ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് എന്തായാലും ഇതാണ് ഞാൻ എൻ്റെ ഒരു മെയിൻ ഫോണായിട്ട് ഇപ്പോൾ സെറ്റ് ചെയ്യുന്നത്. 70 Pro തൽക്കാലം മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് കുറച്ച് നാളൊരു 1.5 ആഴ്ച ഉപയോഗിച്ചിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കാം. അപ്പോൾ എന്തായാലും ഇതൊന്ന് സെറ്റ് ആയിട്ട് എന്താ നമുക്ക് അടുത്ത ഫോൺ അൺബോക്സ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ iPhone 17 Airന്റെ MagSafe ബാറ്ററി പാക്ക് തുറന്നു നോക്കാം. അത് എന്തായാലും ആവശ്യം വരും ഞാൻ ഈ iPhone Air ഒരാഴ്ച ഉപയോഗിച്ച് നോക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ iPhone Airന് വേണ്ടി കിട്ടിയ ആ MagSafe ബാറ്ററി പാക്ക്. ഇത് ആക്ച്വലി ആപ്പിൾ നമ്മുടെ iPhone Airന് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയൊരു ബാറ്ററി പാക്കാണ്. അതാണെങ്കിൽ അവർ iPhone Air റിലീസ് ചെയ്ത എക്സാക്ട് സെയിം സമയത്താണ് ഇതും റിലീസ് ചെയ്തത്. ആക്ച്വലി ഇപ്രാവശ്യമുള്ള ലൈനപ്പിൽ വേറെ ഒരു ഫോണിനും ആയിട്ട് ഒരു പ്രത്യേകിച്ചൊരു ബാറ്ററി പാക്ക് ഉണ്ടാക്കിയിട്ടില്ല. പണ്ടൊരു MagSafe ബാറ്ററി പാക്ക് ഉണ്ടായിരുന്നു 3-4 iPhone ജനറേഷന് മുമ്പേ. അതിനുശേഷം ഇപ്പോഴാണ് അവരൊരു ഫോണിന് വേണ്ടി ആയിട്ടൊരു MagSafe ബാറ്ററി പാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് പൊട്ടിച്ച് നോക്കിയിട്ട് നോക്കാം നമുക്ക് കയ്യിൽ എങ്ങനെയുണ്ട് പിടിക്കുമ്പം. എന്തായാലും നല്ല പാക്കേജിംഗ് ആണ് ബാറ്ററിക്കാണെങ്കിലും. പക്ഷേ $99 അവർ ഈ ഒരു MagSafe ബാറ്ററി പാക്കിന് മേടിക്കുന്നത്. അതെ, $99 ഇതിൻ്റെ ഈ ബാറ്ററി പാക്കിൻ്റെ വില. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഒരു പ്ലാസ്റ്റിക് ഇഷ് മെറ്റീരിയലാണ് ഈ ഒരു ബാറ്ററി ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഒരു സിലിക്കോൺ കോട്ടിംഗ് ഉണ്ട് പുറത്ത്. ഇത് എക്സാക്ട്ലി നമ്മുടെ iPhone Airൻ്റെ ഒരു സൈസിലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ബാറ്ററി പാക്കാണ്. ഞാനിപ്പോൾ നമ്മുടെ പഴയ ബാറ്ററി പാക്ക് കാണിക്കാം. ഇതാണ് പണ്ടൊരു iPhone 13 14 ആദ്യം നമ്മൾ ഈ MagSafe ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം അവരിറക്കിയ ബാറ്ററി പാക്ക്. എനിക്ക് iPhone 12 തോന്നുന്നു. അപ്പം ഇത് ഇപ്പോഴത്തെ ഈ ബാറ്ററി പാക്ക് നമ്മുടെ iPhone Airൽ പക്കാ ഫിറ്റാണ്.
പക്ഷേ ഈ എയറിന് വേണ്ടി മാത്രമായിട്ട് ഡിസൈൻ ചെയ്ത ഈ ബാറ്ററി പാക്ക് വേറെയുള്ള ഒരു ഐഫോണിൽ ഫിറ്റ് ആവില്ല. പക്ഷേ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ബാറ്ററി പാക്ക് ഈ എയറിലും ബാക്കിയുള്ള ഫോണിലും ഒക്കെ ഫിറ്റ് ആകുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് മാർക്കറ്റ് പ്ലേസിലോ എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾക്ക് പയ ഒരെണ്ണം കണ്ടുപിടിക്കെങ്കിൽ മേടിക്കാം. ഞാനിപ്പോൾ സൈഡ് ബൈ സൈഡ് വെച്ച് നോക്കുവായിരുന്നു ഈ ബാറ്ററി പാക്ക് വെച്ചിട്ടുള്ള നമ്മുടെ 16 Pro ആയിട്ടുള്ള സൈസ്. എന്തായാലും 16 Proയിനേക്കാളും സൈസ് ഉണ്ട് നമ്മൾ ഈ ഒരു ബാറ്ററി പാക്ക് വെച്ച് ചെയ്യുമ്പം. ഇപ്പോഴത്തെ പ്രോയിനേക്കാളും സൈസ് വരും. അതുകൊണ്ട് ബാറ്ററി പാക്ക് വെച്ച് ചെയ്യുമ്പോൾ ആ ഒരു ഐഫോൺ എയറിൻ്റെ ഒരു തിക്നെസ്സിൻ്റെ ഒരു ഗുണം എന്തായാലും പോയി കിട്ടും. അതുകൊണ്ട് നല്ലൊരു തിക്ക് സംഭവമാവും ഈ ഒരു ബാറ്ററി പാക്ക് വെച്ചാൽ. അതെനിക്ക് തോന്നുന്ന ആൾക്കാർ ഒരു അത്യാവശ്യത്തിന് വേണ്ടി ബാക്കപ്പ് ആയിട്ട് വെച്ചേക്കുന്ന ബാറ്ററി പാക്കാണ്. അത് ആവശ്യം വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ ആവശ്യം വന്ന് അല്ലെങ്കിൽ ഫുൾ ടൈം ഈ ബാറ്ററി പാക്ക് വെച്ചുകൊണ്ട് നടക്കേണ്ട അവസ്ഥയാണെങ്കിൽ ആ ഒരു തിൻ ഐഫോൺ മേടിച്ചതിൻ്റെ പർപ്പസ് യൂസസ് അല്ലാതായി പോകും. അപ്പോൾ ഞാൻ പറയാൻ നേരത്തെ നമ്മുടെ ഒരു പ്രീവിയസ് ജനറേഷൻ മാക്സീവ് ബാറ്ററി പാക്കിനെ പോയി വെച്ചേക്കുവാണ്. ഇത് കയ്യിൽ പിടിക്കുമ്പോൾ നമുക്ക് ആക്ച്വൽ യൂസ് കൊണ്ട് കേട്ടോ. എനിക്ക് നേരത്തെ ഇതിനുവേണ്ടി ഡിസൈൻ ചെയ്ത ബാറ്ററി പാക്കിനേക്കാൾ ഇഷ്ടം ഇത് കൈ പിടിക്കാനാണ്. കാരണം കുറച്ചുകൂടി ഒരു എർഗണോമിക് ഫീലിങ്ങും ആ ഒരു ഐഫോൺ എയറിൻ്റെ തിന്നസ് നമുക്ക് സ്റ്റിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ മറ്റേത് വെക്കുമ്പോൾ മൊത്തത്തിലൊരു ബൾക്കി ഫീലിംഗ് ആണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ പുതിയ ബാറ്ററി പാക്ക് നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഐഫോൺ 17 Proയിലാണ് വെച്ച് നോക്കാം. നമ്മൾ വെച്ച് നോക്കുമ്പോൾ കാണുന്ന പോലെ ഇത് എന്തായാലും 17 Proയിൽ കയറുമില്ല, തള്ളി നിൽക്കുക. നമ്മൾ ചിരിച്ചു വെക്കാൻ നോക്കിയാൽ പോലും ഈ സാധനം കയറുമില്ല. പിന്നെയുള്ള നമ്മുടെ ഒരു ഹോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഐഫോൺ 17 Pro Max ആണ്. അപ്പോൾ നമ്മൾ ഓർക്കും ഇത് നല്ല വലിപ്പമുള്ള ഫോണല്ലേ, അതുകൊണ്ട് അതിൽ കയറുമായിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ വെച്ച് നോക്കുമ്പം അതിൻ്റെ ആ മാഗ്നറ്റിക് റിംഗ് എന്തായാലും ഈ 17 Pro Maxുമായിട്ടും അലൈൻ ആണല്ലേ. ആക്ച്വലി ഞാൻ സർപ്രൈസ് ആണ്, കാരണം ആ 17 Pro Maxിനേക്കാളും കുറച്ചുകൂടി തള്ളി നിൽക്കുന്നുണ്ട് ഈ എയറിൻ്റെ ബാറ്ററി പാക്ക് വെക്കുമ്പോൾ. കാരണം അതിൻ്റെ ആ എയറിൻ്റെ ചെറിയ പ്ലാറ്റൊക്കെ വേണ്ടി ഡിസൈൻ ചെയ്തേക്കുന്നതാണ്. അതുകൊണ്ട് ഈ Pro Maxും തള്ളി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഐഫോൺ എയറിൽ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ ഈ സംഭവം. ഓക്കെ, അടുത്തായി നമ്മുടെ ഐഫോൺ 17 ആണ് അൺബോക്സ് ചെയ്യാനുള്ള. അതൊരു സ്കൈ ബ്ലൂ കളറാണ്. അപ്പോൾ നമ്മുടെ ഐഫോൺ 17 നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഐഫോൺ അൺബോക്സ്, നമ്മുടെ ഐഫോൺ 17. അപ്പോൾ ഇത് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഐഫോൺ 17 വലിയ വ്യത്യാസം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല കഴിഞ്ഞ വിളിച്ചേക്കാളും. സെയിം ഡിസൈനാണ് കണ്ടിട്ട്. അപ്പം വെയിറ്റിലോ മെയിൻലി ഇന്റേണൽ ഫങ്ഷൻസും കേപ്പബിലിറ്റീസ് ആണ് കുട്ടിയേക്കുന്നത്. ഓ, ഇൻട്രസ്റ്റിംഗ് ആണ്. ആക്ച്വലി എനിക്കൊരു കഴിഞ്ഞ പ്രാവശ്യത്തെ സെയിം ബ്ലൂ ഷെയ്ഡാണ് അല്ലടാ, കണ്ടെങ്ങനെയുണ്ട്? Same blue shade as last time? Yeah, this is the one we unboxed last year. Yeah. എനിക്കൊരു കഴിഞ്ഞ പോലെ ഞാൻ അൺബോക്സ് ചെയ്തും ബ്ലൂ ആണ്, സെയിം കളർ ബ്ലൂ. ആ കളറൊന്നും മാറിയിട്ടില്ല. എന്തായാലും honestly this feels good. Kind of like the Pro കൈ പിടിക്കുന്ന പോലെയാണ് ഇപ്പോൾ ഐഫോൺ 17 പിടിച്ചാൽ. ഞാൻ പറഞ്ഞില്ലേ, രണ്ട് അലൂമിനിയം ആയതുകൊണ്ട് ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നില്ല പിടിക്കുന്നത്. has a Pro feature. എന്താ Motion. അതവൻ പറഞ്ഞ ശരിയാണ് കേട്ടോ. കാരണം ഇപ്പോഴത്തെ ഐഫോൺ 17 അവർ പ്രോ മോഷൻ ഡിസ്പ്ലേ ആണ് വെച്ചേക്കുന്നത്. അതായത് 120 Hz ഡിസ്പ്ലേ. നേരത്തെ നമ്മുടെ പ്രോ ഫോണിൽ ഉണ്ടായിരുന്ന പോലത്തെ അതേപോലത്തെ സെയിം 120 Hz ഡിസ്പ്ലേയും പിന്നെ വേരിയബിൾ റീഫ്രഷ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഇപ്പോൾ കയറ്റിയേക്കുന്നത്. അത് ഒരു പ്രൈസും കൂടാതെയാണ് അവർ മേടിച്ചേക്കുന്നത്. ഇപ്പം സ്റ്റിൽ 790 ആണ് ഐഫോൺ 17 പ്രൈസ്. പക്ഷേ ഐഫോൺ 17 Proയുടെ പ്രൈസ് 1090 ആണ്. അപ്പോൾ അത് തമ്മിലുള്ള പ്രൈസിൻ്റെ വ്യത്യാസം കൂടി. പക്ഷേ ആക്ച്വൽ ഫോൺസ് തമ്മിലുള്ള ഗ്യാപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫീച്ചേഴ്സ് 17 ബെറ്റർ ആകുന്നതനുസരിച്ച്. ഇക്വലം നോക്കിയാൽ പുറമേ എന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ അകത്തുള്ള ഇന്റർണൽ ഫീച്ചേഴ്സാണ് വ്യത്യാസം. അതായത് ഈ സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഒരു 256 GB ആക്കിയിട്ടുണ്ട് അക്രോസ് ദ ബോർഡ് ബേസ് സ്റ്റോറേജ്. പിന്നെ ക്യാമറസ് ബെറ്റർ ആക്കിയിട്ടുണ്ട്. 2 ഡ്യുവൽ ഫ്യൂഷൻ 14 മെഗാപിക്സൽ ക്യാമറസാണ് ഇപ്പോഴത്തെ ഐഫോൺ 17 പുതിയൊരു നെറ്റ്വർക്കിംഗ് ചിപ്പ് ഉണ്ട്. വൈഫൈയും ബ്ലൂടൂത്തും കണക്ടിവിറ്റിയൊക്കെ ബെറ്റർ ആക്കാൻ വേണ്ടി. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു പ്രൊമോഷൻ ഡിസ്പ്ലേയും ബാറ്ററി ലൈഫും കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറേ ഇന്റർണൽ ഫീച്ചേഴ്സ് നമ്മുടെ ഐഫോൺ 17 ബെറ്റർ ആയിട്ടുണ്ട്. അപ്പം ബെറ്റർ ബാങ്ക് ഫ്രീ ബക്ക് ഡിവൈസ് ആയിട്ടുണ്ട് നമ്മുടെ ഐഫോൺ 17. പക്ഷേ 17 Pro ഈ കൊല്ലം എനിക്ക് അത്ര അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ നല്ല അടിപൊളി ഐഫോൺ 17 ഒക്കെ ഉള്ളപ്പം. അപ്പോൾ 17 അല്ലെങ്കിൽ ബേസ് മോഡൽ ഐഫോൺ മേടിച്ചുകൊണ്ടിരുന്ന ആരെങ്കിലും വരണമെങ്കിൽ ഇപ്രാവശ്യത്തെ ബേസ് മോഡൽ ഐഫോൺ 17 ആണ് നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഡീൽ പൈസ കൊടുക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ. സോ നമുക്ക് ഇതിനി പെട്ടിയിലാക്കിയിട്ട് നമ്മുടെ അടുത്ത ഐറ്റം എടുത്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ആപ്പിൾ വാച്ച് അൾട്രാ 3 തുറന്ന് നോക്കാം. അതിന്റെ ബ്ലാക്ക് കളറാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഇപ്രാവശ്യത്തെയും നമുക്ക് നോക്കാം. We'll see. Wow, nice. Interesting. Same old. ഒരു വ്യത്യാസമില്ല. Like even the paper is the same. Oh, it's actually different. Oh, Wow, so much. yeah. Why is it pink? I don't like it. Purple. That's why this is better. ഇപ്രാവശ്യം നമ്മുടെ അൾട്രാ 3 ആപ്പിൾ വാച്ചിനോടെ കിട്ടിയിട്ട് ഒരു ഡാർക്ക് നേവി ബ്ലൂ ടൈപ്പ് ഒരു ആൽപൈൻ ലൂപ്പാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പൊടിച്ച് നോക്കാൻ എങ്ങനെ ഉണ്ടെന്ന്. പുതിയ ആൽപൈൻ ലൂപ്പ് അത്യാവശ്യം കൊള്ളാവുന്നൊരു കളറാണ്. എന്തൊരു വെറൈറ്റി ആപ്പിൾ വാച്ച് പാൻറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കളർ ചെക്കൗട്ട് ചെയ്യാം. ഒരു ഡാർക്ക് നേവി ബ്ലൂ ആണ്. ഇനി നമുക്ക് നമ്മുടെ ആപ്പിൾ വാച്ച് അൾട്രാ ഒന്ന് പൊടിച്ച് നോക്കാൻ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ ബ്ലാക്ക് ആപ്പിൾ വാച്ച് അൾട്രാ 3. അപ്പം ഒറ്റ നോട്ടോടെ കണ്ടറിയാം, പെട്ടിയിലാണെങ്കിലും കവറിലാണെങ്കിലും പാക്കേജിങ്ങിലാണെങ്കിലും ഒരു വ്യത്യാസമില്ല. ഇനിയിപ്പോൾ ഈ കവർ മാറ്റിയിട്ട് നോക്കാം, പുറമേ നോക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഈ ആപ്പിൾ വാച്ച് അൾട്രാ 3. എന്തായാലും അവർ അഡ്വർടൈസ് ചെയ്തതിൽ പ്രത്യേകിച്ച് ഒരു വ്യത്യാസമില്ല.
അപ്പോൾ അതാണ് സംഭവം ഈ പ്രാവശ്യത്തെ ആപ്പിൾ വാച്ച് അൾട്ര 3 ഇൻ ദ ബ്ലാക്ക് ടൈറ്റനിയം കളർ. ഞാൻ നോക്കിയിട്ട് ഒച്ചനോട്ടിൽ ഒരു വ്യത്യാസമില്ല ഈ സംഭവം നേരത്തെ ആപ്പിൾ വാച്ചുമായിട്ട്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ആപ്പിൾ വാച്ച് അൾട്ര 2 ആയിട്ട് ഇത് കമ്പയർ ചെയ്ത് നോക്കുകയാണ്. റൈറ്റിലുള്ളതാണ് ആപ്പിൾ വാച്ച് അൾട്ര 2, ലെഫ്റ്റിലാണ് ആപ്പിൾ വാച്ച് അൾട്ര 3. ഇത് രണ്ടും തമ്മിൽ പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും ഇല്ല. ഒരമ്മ വെച്ച രണ്ട് മക്കളുമാണ് ഇത്. കാരണം പ്രത്യേകിച്ച് പുറമേ ഒരു വ്യത്യാസം ഇല്ലടാ. ചെറിയ എന്തോ ഇൻറ്റേർണൽ ഫീച്ചേഴ്സ് എനിക്കൊന്ന് ഡിസ്പ്ലേ ചെറിയ എന്തോ വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്ന പൊട്ടിക്ക് ഡിസ്പ്ലേ കുറച്ചുകൂടെ വലിപ്പമുണ്ട്, പക്ഷേ ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല. വേറൊരു ആപ്പിൾ വാച്ച് അൾട്ര 2 കൂടെയാണ് വന്നേക്കുന്നത്. ഇത് 3 സൈഡ് ബൈ സൈഡ് വെച്ചിട്ട് ഏതാണ് ഇപ്പോൾ ഇറങ്ങിയ അൾട്ര 3 എന്ന് ആർക്കും പിടികിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ അതായത് നമ്മുടെ എല്ലാ ഐഫോൺ നമ്മൾ അൺബോക്സ് ചെയ്ത് നോക്കി. അപ്പോൾ നമ്മുടെ ഐഫോൺ 17 പ്രോയുടെ കാര്യം പറയുവാണെങ്കിൽ 17 പ്രോയും 17 പ്രോ മാക്സും ആയിട്ട് നമ്മൾ എല്ലാ കളേഴ്സ് അൺബോക്സ് ചെയ്ത് നോക്കി. അതായത് നമ്മുടെ ബ്ലൂ, സിൽവർ, ഓറഞ്ച് എല്ലാം നോക്കി. എനിക്ക് തോന്നുന്നു എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഒന്നെങ്കിൽ സിൽവർ അല്ലെങ്കിൽ ബ്ലൂ ആയിരിക്കും. കുറേ ആൾക്കാർക്ക് സിൽവർ ഇഷ്ടം, കുറേ ആൾക്കാർക്ക് ബ്ലൂ. പക്ഷെ എന്തായാലും എൻ്റെ ഫ്രണ്ട്സിൽ യുനാനിമസ് ആയിട്ട് ആർക്കും ഈ ഓറഞ്ച് കളർ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ചിലർക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും. പക്ഷെ പുതിയ ഐഫോൺ ആണ് കാണിക്കണമെങ്കിൽ ഓറഞ്ച് കളർ തന്നെ മേടിക്കണം. പിന്നെ ഇതാണ് നമ്മുടെ സിൽവർ കളർ ഐഫോൺ. ഇതാണ് നമ്മുടെ ബ്ലൂ കളർ ഐഫോൺ. പക്ഷേ സംഭവം ഒരു ഫിംഗർ പ്രിന്റ് മാഗ്നറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ സിൽവർ കളർ ആണെങ്കിൽ അധികം ഫിംഗർ പ്രിന്റ്സ് ഒന്നും വരത്തില്ല, പക്ഷേ ബ്ലൂവിൽ കുറേ ഫിംഗർ പ്രിന്റ് വരും. പക്ഷേ എനിക്ക് കുറേ കൂടെ ഡാർക്ക് ആക്സസറീസും ഒക്കെ ഉള്ളതായിട്ടുണ്ട്. എനിക്കൊരു ബ്ലൂ കളറാണ് കുറച്ചുകൂടെ താല്പര്യം. അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മുടെ ഐഫോൺ എയർ ആണ് ആക്ടിവിറ്റി എടുക്കുന്നത്, ഉപയോഗിക്കാൻ നമ്മുടെ മെയിൻ ഫോണായിട്ട് ഞാൻ ഈ ബാറ്ററി പാക്ക് ഊരി കാണിക്കാം. അപ്പോൾ ഈ ഐഫോൺ എയർ ഞാൻ തൽക്കാലം എടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു മെയിൻ ഫോണായിട്ട് ഞാനൊരു 1.5 ആഴ്ച ഇത് ഉപയോഗിച്ച് നോക്കും. അതിൻ്റെ ബാറ്ററി ലൈഫ് ഒക്കെ ഓക്കെ ആണോ നോക്കാൻ. അങ്ങനെയാണെങ്കിൽ മിക്കവാറും ഇതായിരിക്കും ഉപയോഗിക്കാൻ. പക്ഷേ എൻ്റെ ബാറ്ററി ലൈഫ് ഒട്ടും പറ്റുന്നില്ലെങ്കിൽ ഞാൻ നമ്മുടെ ഐഫോൺ 17 പ്രോ തന്നെ ആയിരിക്കും ഉപയോഗിക്കാൻ പോകുന്ന മെയിൻ ഡിവൈസ് ആയിട്ട്. അപ്പം അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് ഇതിലാണ് എൻ്റെ സിം ആക്ടിവേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു 2 ആഴ്ച ഉപയോഗിച്ച് നോക്കിയിട്ട് നമ്മുടെ ഡെയിലി അപ്ഡേറ്റ്സും റിവ്യൂസും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഈ എയർ എങ്ങനെയുണ്ട് എന്തായാലും കൈ പിടിക്കുമ്പോൾ സോഫാർ അടിപൊളി സാധനം കേട്ടോ. ഐ ലൈക്ക് ഇറ്റ്. കൈ പിടിക്കുമ്പോൾ സൂപ്പർ ഫീലാണ്. എന്തായാലും ഇപ്പോഴത്തെ ഒരു പുതിയ ഫോൺ എന്നുള്ള ഫീൽ തരുന്ന എന്തായാലും ഐഫോൺ എയർ തന്നെയാണ്. പിന്നെയുള്ള നമ്മുടെ ഐഫോൺ 17 ആണ്, വെറും പ്ലെയിൻ ഐഫോൺ 17. ഇതിൽ ഇന്റേണലി ആണ് വ്യത്യാസങ്ങളൊക്കെ. പിന്നെ എക്സ്റ്റേണലി പറഞ്ഞാൽ ഇതിൻ്റെ ഡിസ്പ്ലേയിൽ 120 Hz പ്രൊമോഷൻ ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി 256 ആക്കിയിട്ടുള്ളത് ബേസിക് അല്ലടാ, ബേസ് 256 ആക്കിയിട്ടുണ്ട്. വലിയ കാര്യമാണ്. 799 പ്രൈസ് മാറ്റാതെ തന്നെ 256 GB ബേസ് സ്റ്റോറേജിൽ വരുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു കളറാണ്. പല കളർ വൈസിലുണ്ട്. ഒരു 5 കളറുകൾ നമ്മുടെ ഐഫോൺ 17 അവൈലബിൾ ആണ്. നിങ്ങൾക്കൊരു എൻട്രി അല്ലെങ്കിൽ ബഡ്ജറ്റ് ഓൾറൗണ്ടർ ഫോൺ നോക്കുകയാണെങ്കിൽ ഐഫോൺ 17 ആയിരിക്കും ബെസ്റ്റ് മേടിക്കാൻ വേണ്ടി. പക്ഷേ ഏറ്റവും തിന്നസ്റ്റ് വേണമെങ്കിൽ ചെക്കൗട്ട് ഐഫോൺ 17 എയർ. ഇപ്പോഴത്തെ ഏറ്റവും തിന്നസ്റ്റ് ഐഫോൺ ഉണ്ടാക്കിയിൽ തന്നെ ഏറ്റവും തിന്നസ്റ്റ് ഐഫോൺ ആണ്. പക്ഷേ ഓൾറെഡി ഏറ്റവും പ്രോ സ്പീഡും കാര്യങ്ങളൊക്കെ കുറച്ച് വെയിറ്റ് ഓവറോൾ ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഫോൺ വേണമെങ്കിൽ നമ്മുടെ ഐഫോൺ 17 പ്രോ എടുക്കാം. ഞാൻ മിക്കവാറും കുറച്ച് നാൾ ഐഫോൺ 17 എയർ ഉപയോഗിച്ചിട്ട് നമ്മുടെ പ്രോയിലേക്ക് വരുമായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ നമ്മുടെ ഐഫോൺ 17 പ്രോ മാക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ സൈസിന്റെ ഒരു വ്യത്യാസം എന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്ന ക്യാമറസ് അക്രോസ് ദ ബോർഡ് നമ്മുടെ ഐഫോൺ 17ലും പ്രോയിലും 17 പ്രോ മാക്സിലും സെയിം ആണ് ക്യാമറസ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ക്യാമറയുടെ വ്യത്യാസം വരത്തില്ല. ബാറ്ററി ലൈഫ് കുറച്ച് കൂടുതൽ കിട്ടും. പിന്നെ നമ്മുടെ ഡിസ്പ്ലേ സൈസും വലുതാണ്. അപ്പോൾ അതാണ് മെയിനായിട്ട് 17 പ്രോ മാക്സിനുള്ള വ്യത്യാസം വരും. പക്ഷേ ആകെ 100 ഓർഡർ വ്യത്യാസമുള്ളൂ ഇപ്രാവശ്യം 17 പ്രോ മാക്സും 17 പ്രോയും തമ്മിൽ. കാരണം 17 പ്രോയുടെ വില 100 ഓർഡറായിട്ട് കിട്ടി അല്ല. പ്രോ മാക്സ് ഇസ് സ്റ്റിൽ പ്രൈസ് അൺചേഞ്ച്ഡ് അറ്റ് 1199. പക്ഷേ പ്രോയുടെ വില 1099 ആയിപ്പം. അപ്പോൾ എന്തായാലും അതിൻ്റെ തമ്മിലുള്ള ഗ്യാപ്പ് വെറും $100 കുറഞ്ഞു. അതുകൊണ്ട് ഇപ്രാവശ്യം ആക്ച്വലി ഏറ്റവും കൂടുതൽ സോൾഡ് ഔട്ട് ആയിട്ട് പ്രോ മാക്സ് ആണ്. കഴിഞ്ഞ കൊല്ലമൊക്കെ പ്രോ മാക്സ് ആണ് സോൾഡ് ഔട്ട്. പക്ഷേ പ്രോ മാക്സ് കൺസിഡർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വെറും ഒരു $100 പ്രൈസ് ഗ്യാപ്പേ ഉള്ളൂ ഇപ്പം നമ്മുടെ പ്രോയും പ്രോ മാക്സും തമ്മിൽ. നിങ്ങൾ പ്രോ എടുക്കുവാണെങ്കിൽ ഐ വുഡ് സജസ്റ്റ് ഈദർ ബ്ലൂ അല്ലെങ്കിൽ സിൽവർ, അല്ലെങ്കിൽ പുതിയ ഫോൺ എടുത്തെന്ന് കാണിക്കണമെങ്കിൽ അപ്പോൾ ഓറഞ്ച്, കോസ്മിക് ഓറഞ്ച് കളർ എടുക്കുക. കുറച്ച് നാൾ കഴിയുമ്പോൾ മടുത്തു. അതായത് നല്ല സംഭവം ഫ്ലാഷ് ആണ്. ഫോണെ കുറിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ ഹലോ എന്നിങ്ങനെ പറയാൻ നടക്കാം. പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോൾ അതിൻ്റെ കളർ മടുത്തും. ഓവറോൾ സിൽവർ അല്ലെങ്കിൽ ബ്ലൂ ആയിരിക്കും എൻ്റെ പേഴ്സണൽ റെക്കമെൻഡേഷൻസ്. ഓക്കെ ഗൈസ്, ഇത് നമ്മുടെ ഐഫോൺ 17 സീരീസിൻ്റെ ഒരു ഇനിഷ്യൽ അൺബോക്സിംഗ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കാൻ മറക്കല്ല. ഞാൻ ഇനി ഇങ്ങനത്തെ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. എന്തായാലും നമ്മുടെ എല്ലാ ഫോണിൻ്റെ ഒരു ഇൻഡെപ്ത് റിവ്യൂ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. നമ്മുടെ ഐഫോൺ 17 പ്രോയും ഐഫോൺ എയറിൻ്റെ ഒക്കെ ഒരു ഇൻഡിവിജ്വൽ വീഡിയോ ഞാൻ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ദിസ് ഈസ് എബിൻ ടെക് റൂം സൈനിങ് ഔട്ട്. പീസ്.